വഖഫ് നിയമത്തിലെ മനുഷ്യത്വഹീനവും നീതിക്ക് നിരക്കാത്തതുമായ അവകാശവാദങ്ങൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് 1995 വഖഫ് നിയമം ഭരണഘടനാ തത്വങ്ങൾക്കനുസൃതമായും ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണ് കത്തയച്ചത്. ഏത് ഭൂമിയിലും അവകാശവാദം ഉന്നയിക്കുന്ന വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് കത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. സെപ്റ്റംബർ 10 ലോക്സഭാ സെക്രട്ടേറിയറ്റിന് അയച്ച കത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായി, മുനമ്പം പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവർ തലമുറകളായി താമസിച്ചു വരുന്ന ഭൂമിയിൽ വഖഫ് ബോർഡ് ഉന്നയിച്ച അവകാശവാദവും പറയുന്നു. 600ഓളം നിർധനരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇന്ന് ഭീഷണി നേരിടുന്നത്. അതോടൊപ്പം ഇടവക പള്ളിയും കോൺവെന്റും ഉൾപ്പെടെ ഒഴിപ്പിക്കൽ ഭീഷണിയിലാണ്. രാജ്യത്തെമ്പാടും വഖഫ് ബോർഡിന്റെ അവകാശവാദം കാരണം ഭീഷണി നേരിടുന്ന ജനങ്ങളെ പരിഗണിച്ച് അന്വേഷണം നടത്തണമെന്നും കത്തിൽ പറയുന്നു. സംയുക്ത പാർലമെന്ററി സമിതിയാണ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും അന്വേഷണം നടത്തേണ്ടതും. 1954 പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമം 1995 പുതുക്കിയിരുന്നു. ഇതിന്മേലാണ് UPA കാലത്ത് വീണ്ടും ഭേദഗതികൾ നടപ്പിലാക്കി അധിക അവകാശങ്ങൾ കൊണ്ടുവന്നത്. ഇതോടെ ഏത് ഭൂമിയിലും വഖഫ് ബോർഡിന് അവകാശവാദം ഉന്നയിക്കാമെന്നായി. ഇതൊക്കെ ഒഴിവാക്കി 40ഓളം ഭേദഗതികൾ വഖഫ് നിയമങ്ങളിൽ നടപ്പിലാക്കാനാണ് നിലവിൽ കേന്ദ്രം ശ്രമിക്കുന്നത്. ഇതോടെ വഖഫ് ബോർഡിന്റെ അധിക അവകാശങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. അതിനുള്ള പിന്തുണ കൂടിയാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ കത്ത്. ജനം, തൃശൂർ.